ഞാൻ ശ്രീമതി മമതാ ബാനർജിയുടെ പല കാര്യങ്ങളെയും ഞാൻ അനുകൂലിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അനുകൂലിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിവിക് പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്ത ഒരുത്തനാണ് ഈ കേസിലെ പ്രതി എന്നാണ് ബംഗാൾ ഗവൺമെന്റ് പറയുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും CBIയിലും ഈ പ്രതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അയാൾ അറസ്റ്റിലാണ്. അവനെ കുറിച്ച് പറഞ്ഞാൽ അവനൊരു പശ്ചാത്താപവും ഇല്ലെന്നുള്ളതാണ് കേട്ടോ. തൂക്കി കൊന്നോളായി അവൻ പറയുകയാണ്. ആ രീതിയിലുള്ള ഒരുത്തനാണ്. അവന് ഇതിനകത്ത് സ്വൈരവിഹാരം ഈ രാത്രി ഇതിനകത്ത് ഈ സെമിനാർ ഹാളിൽ കയറാൻ ഈ ആശുപത്രിയിൽ എങ്ങനെ ഇടയായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ. അതിന് പകരം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ എല്ലാം അവർക്കെല്ലാം നോട്ടീസ് കൊടുക്കുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു MP തന്നെ, തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ ഒരു MP, അയാള് ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇത് ശരിയല്ല, ഈ ചെയ്തതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. അയക്കും കൊടുത്തു, പോലീസ് നോട്ടീസ് കൊടുത്തേക്കാണ്, അവിടെ ഹാജരാവണം എന്നുള്ളതാണ്. എന്തിന്? ഇതിനൊക്കെ പോലീസിനെ കയറൂരി വിടുകയാണോ ചെയ്യേണ്ടത്? അവര് ഇങ്ങനെയാണോ ഭരിക്കേണ്ടത്? ഇനിയെങ്കിലും ബഹുമാന്യായ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ഇതുപോലെ പോലീസിനെ ഇങ്ങനെ കയറൂരി വിടരുത്, കാണുന്നവർക്കെല്ലാം നോട്ടീസ് കൊടുക്കുക എന്നുള്ള രീതി പോകരുത്. മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നൊന്ന് തിരിച്ചറിയണം. ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ ഫ്രീഡം, അതിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്താണെന്ന് ബഹുമാന്യായ മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ട് ഇതുപോലെ അഭിപ്രായം പറയാൻ അവകാശമുള്ളവരെ എല്ലാം ഈ രീതിയിൽ അത് അടിച്ചമർത്തുക, അവരുടെ വായ് മൂടി കിട്ടുന്ന രീതിയിലേക്ക് പോലീസിനെ കൊണ്ട് നോട്ടീസ് കൊടുത്ത് സമൻസ് അയപ്പിക്കുന്ന ആ ഇടപാട് ഒന്ന് നിർത്താനായിട്ട് ബഹുമാന്യായ മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടതാണ്. അതാ ചെയ്യേണ്ടത്. കൽക്കട്ടയിലെ, അതായത് ഇപ്പോഴത്തെ കൊൽക്കത്ത എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് RG-Kar മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ്. അവിടെ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 9 രാത്രി അരങ്ങേറിയ ഒരു സംഭവം വളരെ ഞെട്ടലുണ്ടാക്കുന്നതും വേദനാജനകവുമാണ്. ഒരു പെൺകുട്ടി, ഒരു യുവ ലേഡി ഡോക്ടർ, സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PGക്ക്. അവർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത്. അതിൽ ആ വീട്ടുകാരൊക്കെ പറയുന്ന, അതിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നതെന്ന് പറയുന്നത് ഒന്നിലധികം ആളുകൾ അതിലുണ്ടെന്നുള്ളതാണ്. പക്ഷെ ബംഗാൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരാളെ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മുൻവിധിയോടാണ് കാര്യങ്ങൾ കാണുന്നത്. മാത്രമല്ല അതിനകത്ത് വലിയ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെ വരുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി ഈ കൊല്ലപ്പെട്ടതിന് ശേഷം ആദ്യം അവിടുന്ന് കൊടുക്കുന്ന വിവരം അതിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് മാതാപിതാക്കളെ അറിയിക്കുന്നത്, നിങ്ങളുടെ മോക്ക് ഇതുപോലെ അസുഖമുണ്ടെന്നാണ്, അസുഖബാധിതയാണെന്ന് പറഞ്ഞു. എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോൾ ഈ വിളിച്ചു പറഞ്ഞ വർത്തമാനം എന്ന് പറയുന്നത്, അതിന് ഞാൻ ഡോക്ടർ അല്ലെന്നാണ് പറയാൻ. അത് കഴിഞ്ഞ ഉടനെ അവിടുത്തെ അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് രണ്ടാമത് കോണ്ടാക്ട് ചെയ്യുന്നവര്. കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നത് അത് ആത്മഹത്യ ചെയ്തെന്നാണ് ഈ പെൺകുട്ടി. ഇതിപ്പോ സംശയത്തിന് വേറെ ഒന്നും വേണ്ടല്ലോ. അവിടെ ആർക്ക് പോലും, അതായത് ഒരു ലേമാൻ, അതായത് ഹോസ്പിറ്റൽ അതോറിറ്റീസ് പോട്ടെ, സാധാരണക്കാരൻ, ഒരു കർഷകൻ നോക്കിയാൽ പോലും ഉണ്ടല്ലോ, അത് ബലാത്സംഗത്തിലൂടെയുള്ള കൊലപാതകമാണെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിലാണ് ആ പെൺകുട്ടി വളരെ നഗ്നയായിട്ട് കിടക്കുകയായിരുന്നു. അതെല്ലാം കണ്ടാൽ അറിയാൻ വയ്യാത്തതൊന്നുമല്ല. അത് ഒരുപാട് മുറിവേറ്റിരുന്നു എൻ്റെ ശരീരത്ത് പല ഭാഗങ്ങളിലും. ഇതൊന്നും കണ്ടാൽ അറിയാൻ വയ്യാത്തതല്ല. ആ പെൺകുട്ടി അന്ന് 9-ാം തീയതി രാത്രി, അതായത് അന്നത്താണ് നമ്മുടെ നീരജ് ചോപ്രയുടെ മത്സരമായിരുന്നു അന്ന്, ജാവലിൻ മത്സരം. അതുമൊക്കെ കണ്ടതിന് ശേഷം ആണ് ബാക്കി ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വിശ്രമിക്കാനായിട്ട് പോയതാണ്. ഇതിൻ്റെ 4-ാം നിലയിലേക്ക് ഉള്ള സെമിനാർ ഹാളിൽ ഉറങ്ങാൻ പോയതാണ്. ഈ പെൺകുട്ടി അവിടെ വെച്ചാണ് ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടതും അത് കൊല ചെയ്യപ്പെട്ടതും. അപ്പൊ ഇതിന് പറയുന്ന വെർഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത് ആദ്യം അസുഖബാധിതയായിരുന്നു, പിന്നുള്ളത് സൂയിസൈഡ് ചെയ്തെന്നാണ്. അതാണ് അതിനു വേണ്ടിയുള്ള തെളിവെന്ന് പറയുന്നത്. എന്താണെന്നറിയാം, സൂയിസൈഡിന് വേണ്ടി ഇതിന്റെ ബാഗ് പരിശോധിച്ച് അതിൽ നിന്ന് 1-2 മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനൊക്കെ, അത് മരുന്ന് കഴിച്ചതിൻ്റെയൊക്കെ പ്രിസ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടാണ് അതിന് വലിയ കുഴപ്പമുണ്ട്, ഇത് മാനസിക രോഗം ഉണ്ടെന്നുള്ള രീതി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പം മനഃപൂർവ്വം ഇതൊരു ബലാത്സംഗമല്ല, കൊലപാതകമല്ല, ഒരു സൂയിസൈഡാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അവിടെ നടന്നു. സമയോചിതമായിട്ട് മറ്റ് വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ മറ്റാളുകളും പൊതുജനങ്ങളും ഇത് ഇടപെട്ടതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്നാലും അവിടുത്തെ പോലീസിനെതിരെ വളരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായി ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇതൊന്നുമല്ല, അവിടുത്തെ അന്ന് ആ കോളേജിൽ ഇരുന്ന സൂപ്രണ്ട്, അയാളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് കണ്ടിട്ട് അയാളെ അതിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഗവൺമെന്റ്. നീക്കം ചെയ്ത് എങ്ങോട്ടാണെന്നറിയാം,
ഇതിലും പ്രശസ്തമായ നാഷണൽ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലെ അതിലേക്ക് അവിടെ സൂപ്രണ്ടായിട്ട് ഇയാളെ മാറ്റിയതാണ്. അയാളെ സസ്പെൻഡ് ചെയ്തൊന്നുമല്ല. അതേപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നത്. ഈ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഇതെന്തിനാണ് ഈ പെൺകുട്ടി അവിടെ പോയെന്നാണ് രാത്രി. ആ ചോദ്യത്തിന് തന്നെ ഏറ്റവും വലിയ വൃത്തികേടാണ്. അത് മാത്രമല്ല, അയാൾ ഏറ്റവും വലിയ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയത് ഇതിന്റെ പേര് വെളിവാക്കി എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ പേര് ആ നിർഭയ കേസിലും ഒക്കെ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇതിന്റെ പേര് പുറത്തു വിട്ടു എന്നുള്ളതാണ്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അയാൾ നടത്തിയത്. അയാളെ ശിക്ഷിച്ചു കേട്ടോ. ഒരു ശ്രീമതി മമതാ ബാനർജിയുടെ ഗവൺമെന്റ് അയാളെ ശിക്ഷിച്ചു. എന്താ പറയുക, അയാള് രാജി സമർപ്പിച്ചു കേട്ടോ. ഇതൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അതുവരെ അയാൾ ഒന്നും അനങ്ങിയില്ല. ഇതൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ നോക്കി, നടക്കുന്നില്ല, ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ തന്നെ തൻ്റെ രാജി കൊടുക്കുകയാണ്. രാജി കൊടുത്തിട്ട് അത് ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നുള്ള രാജി മാത്രമല്ല, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അതിൽ നിന്ന് തന്നെ അയാൾ രാജി കൊടുക്കുകയാണ്. ആ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് തന്നെ രാജി കൊടുത്താണ്. പിന്നെ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്, അതിൻ്റെ തൊട്ടടുത്ത ദിവസം അയാളെ ഈ കൽക്കട്ടയിലെ നാഷണൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ മനഃപൂർവ്വം അല്ലെന്ന് ആരുടെതെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോൾ അതിനകത്ത് തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകർ തമ്മിൽ തന്നെ ഈ പോലീസിന്റെ നടപടിയിലും ഒക്കെ അവർക്ക് ഭിന്നതകളുണ്ട്. അവിടെ ഭിന്നത എന്ന് പറയുന്നത്, അവിടുത്തെ പ്രമുഖരായ, അതായത് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയൊക്കെ പോലീസ് നോട്ടീസ് കൊടുത്തേക്ക് വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ. അവിടുത്തെ ലോക്കൽ പോലീസ് അവർക്ക് ഇനി ഇത് ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഈ കേസ് ഈ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അവർക്ക് ഏതാണ്ട് എത്രയോ 4 ദിവസം എങ്ങാണ്ട് മമതാ ബാനർജി കൊടുത്തു ഏതോ പോലീസിന് ഇത് അന്വേഷിച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ. പക്ഷേ ഹൈക്കോടതി ഇത് ഏറ്റെടുത്തിട്ട് ഹൈക്കോടതി ഉണ്ടല്ലോ നിർബന്ധമായിട്ടും ചോദിച്ചു, ഈ പ്രിൻസിപ്പലിനെ ഇവിടെ ഉള്ള ഇയാളെ എന്തിനാണ് മറ്റിടത്ത് കൊണ്ട് പ്രൈസ് ചെയ്തതെന്ന് പറഞ്ഞു. അയാളുടെ അവധി പോകാൻ പറഞ്ഞു നിർബന്ധമായിട്ട്. അങ്ങനെ അയാൾ അവധി പോകാൻ ഇടയായി. എന്നിട്ട് അത് വളരെ വലിയ ക്രിറ്റിസിസമാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് ഇതിനകത്ത് ഇവർക്കെതിരെ. അപ്പോൾ അതിൽ അന്വേഷണം CBIക്ക് അങ്ങ് വിടാൻ പറഞ്ഞു. അതിനേതായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും എതിർത്ത് ഞാൻ കാണുന്നില്ല കേട്ടോ. അതിന് അപ്പീലൊന്നും പോയതൊന്നുമില്ല. പോയാൽ അതിൽ നിന്ന് അടി കിട്ടും. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് അത് ഏറ്റെടുത്തിട്ടുണ്ട്. സ്വമേധയാ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് വാദം കേൾക്കാനായിട്ട് വരികയാണ്. അതിനകത്ത് വലിയ നടപടി വരും എന്നുള്ളതിന് ഒരു സംശയമില്ല.